മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ സർക്കാർ ഇരുട്ടിൽ നിർത്തുന്നുവെന്ന് ടി സിദ്ദിഖ് MLA. 7 മാസമായി അന്തിമ ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കാൻ പോലും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. UDF സമരത്തിലേക്ക് വന്നത് സർക്കാർ അനാസ്ഥയിൽ പ്രതിഷേധിച്ചാണെന്നും ടി സിദ്ദിഖ് 24-നോട് പറഞ്ഞു. 7 മാസം പൂർത്തിയാകുമ്പോഴും ഒരു ലിസ്റ്റ് എത്ര ആളുകൾ പുനരധിവാസ പ്രവർത്തനത്തിന് വിധേയമാക്കേണ്ടവർ ആരൊക്കെ, അതിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള ലിസ്റ്റ് ഇതുവരെ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പം നടക്കുന്നത് ദുരന്തബാധിതരെ ഇരുട്ടിൽ നിർത്തിയിട്ടുള്ള പുനരധിവാസ പ്രവർത്തനവും ദുരന്ത നിവാരണ പ്രവർത്തനവുമാണ്. അവരോട് ചോദിക്കാതെ ഇവർ ഏകപക്ഷീയമായി കാര്യങ്ങൾ സമയാസമയം സ്വീകരിക്കാതെ ഓരോ ഇടത്ത് ചെയ്തുകൊണ്ടിരിക്കുക. ഈ സമരം തുടർച്ചയായ സമരമാണ്. അടുത്ത ഘട്ടം സമരം സെക്രട്ടേറിയറ്റിലേക്കാണ്. തയ്യപ്പത്ത് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സുജിത്തി, ദുരന്തബാധിതർ ഉയർത്തുന്ന പ്രതിഷേധം, അതിന് കോൺഗ്രസ് നൽകുന്ന പിന്തുണ, പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുന്ന സാഹചര്യം, ഈ അർഹരായവർ പോലും ഈ പട്ടികയിൽ ഇടം പിടിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം, ഇതിനൊക്കെയിടയിൽ കോൺഗ്രസ് ഈ വിഷയം എങ്ങനെയാണ് തുടർന്ന് ഏറ്റെടുക്കുന്നത്? സുജിത്ത്, റിജിത്ത്, കഴിഞ്ഞ ദിവസങ്ങളിൽ ദുരന്തബാധിതരുടെ പ്രതിഷേധം നടന്നിരുന്നു. ദുരന്തഭൂമിയിൽ കുടിൽ കെട്ടി സമരവും ഒപ്പം തന്നെ കളക്ടറേറ്റിന് മുന്നിൽ ഉപവാസവുമാണ് ദുരന്തബാധിതർ സംഘടിപ്പിച്ചത്. ഇത് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് UDF കൂടി ഈ വിഷയം രാഷ്ട്രീയമായി ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ടി സിദ്ദിഖ് MLA ഇതുമായി ബന്ധപ്പെട്ട നിലപാട് പങ്കുവെക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് 7 മാസമായി ദുരന്തം സംഭവിച്ചിട്ട് എന്നിട്ട് പോലും ഒരു അന്തിമ ലിസ്റ്റ്, ഗുണഭോക്തൃ ലിസ്റ്റ് തയ്യാറാക്കാൻ പോലും സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. അതോടൊപ്പം തന്നെ നിലവിൽ എലക്ഷൻ എസ്റ്റേറ്റിലേക്ക് മാത്രമായി പുനരധിവാസം കേന്ദ്രീകരിക്കുന്നു. സ്വാഭാവികമായും അക്കാര്യവുമായി ബന്ധപ്പെട്ട് ദുരന്തബാധിതരുമായി സർക്കാർ സംസാരിച്ചിട്ടില്ല. സർക്കാർ സംസാരിക്കാതെ ഏകപക്ഷീയമായി കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ്. മാത്രമല്ല CMDRFൽ 700 കോടിയിലധികം രൂപ ഇപ്പോഴുണ്ട്. എന്നിട്ട് പോലും അതൊന്നും ഒരു തരത്തിലും വിനിയോഗിക്കാൻ തയ്യാറാകുന്നില്ല എന്നുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെയും ടി സിദ്ദിഖ് MLA വിമർശനം ഉന്നയിക്കുന്നുണ്ട്. സർക്കാർ നൽകിയ അത്തരം പ്രത്യേക ധനസഹായം അടക്കമുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി തയ്യാറാകാത്ത പശ്ചാത്തലം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ട് എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ടി സിദ്ദിഖ് MLA മുന്നോട്ട് വയ്ക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ശേഷമാണ് MLAയുടെ ഉപവാസം കളക്ടറേറ്റിന് മുന്നിൽ തുടങ്ങുക. അതൊരു രാപ്പകൽ സമരമാണ്. നാളെ കളക്ടറേറ്റ് വളയാനുള്ള തീരുമാനമാണ് UDF എടുത്തിരിക്കുന്നത്. നാളെ രാവിലെ 7 മണി മുതൽ കളക്ടറേറ്റ് വളയുമെന്നാണ് പ്രഖ്യാപനം. സമരം സെക്രട്ടേറിയറ്റിലും വ്യാപിപ്പിക്കുമെന്നും UDF മുന്നറിയിപ്പ് നൽകി. കളക്ടറേറ്റിന് മുന്നിലേക്കും തുടർന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കും സമരം വ്യാപിപ്പിക്കാനാണ് UDF നേതൃത്വം ആലോചിക്കുന്നത്. സുർജിത് തയ്യപ്പത്ത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.